സാധാരണ ചായയേക്കാൾ 3 മടങ്ങ് വേഗത്തിൽ ഗ്രീൻ ടീ വളരുന്നു. ചെറിയ കാറുകളെക്കാൾ SUV വിറ്റഴിയുന്നു. പിന്നെ 1 കോടി രൂപയുടെ വീടുകൾ വിറ്റഴിയുന്നു. ഇത് വെറും ഒരു പുതിയ പ്രവണതയല്ല. ഇന്ത്യ ഇപ്പോൾ ഉപഭോഗം ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഇന്ത്യയിലെ പ്രീമിയമൈസേഷന്റെ ഉയർച്ചയെക്കുറിച്ചുള്ള ആഴത്തിലുള്ള പഠനത്തിലേക്ക് സ്വാഗതം. ചെറിയ പട്ടണങ്ങളിൽ പോലും ഇന്ത്യക്കാർ ആഡംബരം, ജീവിതശൈലി, ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾ എന്നിവയ്ക്കായി കൂടുതൽ ചിലവഴിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കിവിടെ കാണാം. ഈ വീഡിയോയിൽ ഇന്ത്യയുടെ ഉപഭോഗ രീതികൾ എങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു, അവ വിവേചനാധികാര ചിലവുകളെ എങ്ങനെ ബാധിക്കുന്നു എന്നിവ നോക്കാം. ഒടുവിൽ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും ശ്രമിക്കാം. അധ്യായം 1. റൊട്ടി മുതൽ റീറ്റെയിൽ വരെ. 2000ന്റെ തുടക്കത്തിൽ ഇന്ത്യയുടെ ഉപഭോഗത്തിന്റെ പകുതിയിലധികവും എല്ലാ ബജറ്റിലും ഭക്ഷണവും അവശ്യ വസ്തുക്കളുടെ ആധിപത്യവുമായിരുന്നു. പക്ഷേ ഇപ്പോൾ ആദ്യമായി ഗ്രാമീണ കുടുംബങ്ങളിൽ വസ്ത്രം, ഗതാഗതം, വ്യക്തിഗത പരിചരണം എന്നിവയ്ക്കുള്ള ഭക്ഷ്യേതര ചിലവ് ഭക്ഷണ ചിലവിനെ മറികടന്നു. 1990-2000-ൽ 41% 2022-23 അത് 53% ഉയർന്നു. അതേസമയം നഗര ഇന്ത്യ കൂടുതൽ വേഗത്തിൽ മാറി. 2022-23 ഭക്ഷ്യേതര ചെലവുകൾ ഇപ്പോൾ 61%. ഇത് പണപ്പെരുപ്പം മാത്രമല്ല പറയുന്നത്, ഇത് അഭിലാഷമാണ്. അധ്യായം 2. പ്രീമിയമൈസേഷന്റെ ഉദയം. പ്രീമിയവൽക്കരണ തരംഗം ഇതായെത്തിയിരിക്കുന്നു. അത് എല്ലായിടത്തുമുണ്ട്. ഒരു കാലത്ത് ഇന്ത്യൻ റോഡുകളിൽ അപൂർവമായിരുന്ന SUVകൾ ഇപ്പോൾ ആധിപത്യം പുലർത്തുന്നു. യാത്രാ വാഹന വിപണിയുടെ 43% വിഹിതവുമായി. സാമ്പത്തിക വർഷം 2023 വരെ വെറും 8 വർഷം മുമ്പുള്ളതിന്റെ 3 ഇരട്ടിയായി. നിങ്ങളുടെ ബാത്റൂമിൽ ബോഡി വാഷ് അല്ലെങ്കിൽ ഷാംപൂ എങ്ങനെയുണ്ട്? ഇപ്പോൾ ഒരു പ്രീമിയം തിരഞ്ഞെടുപ്പായിരിക്കാം. നിങ്ങളുടെ അടുക്കളയിൽ ഗ്രീൻ ടീ ഇപ്പോൾ സാധാരണ ചായയേക്കാൾ ഏകദേശം 3 മടങ്ങ് വേഗത്തിൽ വളരുന്നു. നിങ്ങളുടെ ഷൂസുകൾ പോലും ഇതേ കഥ പറയുന്നു. അത്തരം സ്പോർട്സ് പാദരക്ഷകൾ 10 വർഷത്തെ വളർച്ചാ നിരക്കായ 16.1% സംയോജിത വാർഷിക വളർച്ചയോടെ അതിവേഗം വളരുകയാണ്. ഇത് പൊങ്ങച്ചം കാണിക്കുന്നതിനെക്കുറിച്ചല്ല, ഒരാളുടെ ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ചാണ്. അധ്യായം 3. എന്തുകൊണ്ടിപ്പോൾ? അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉപഭോഗ കുതിച്ചുചാട്ടം അല്ലെങ്കിൽ പ്രീമിയവൽക്കരണം ഇപ്പോൾ സംഭവിക്കുന്നത്? ശരി, ലളിതമായ ഉത്തരം അതിവേഗം ഉയർന്നു വരുന്ന മിഡിൽ ക്ലാസും അപ്പർ മിഡിൽ ക്ലാസും എന്നതാണ്. നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത് പോലെ 2018-ൽ മിഡിൽ ക്ലാസും അപ്പർ മിഡിൽ ക്ലാസും 97 ദശലക്ഷവും 61 ദശലക്ഷവുമായിരുന്നു. എന്നിരുന്നാലും 2030 ആകുമ്പോഴേക്കും ഈ സംഖ്യ യഥാക്രമം 132 ദശലക്ഷവും 168 ദശലക്ഷവുമായി ഉയരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇത് 1 ദശാബ്ദം മുമ്പുള്ളതിനേക്കാൾ ഏകദേശം 3 ഇരട്ടിയാണിത്. ഇത് വെറും ഒരു ചെറിയ മാറ്റമോ ഹ്രസ്വകാല മാറ്റമോ അല്ല. ആധുനിക ഇന്ത്യക്ക് ഇതൊരു അടിസ്ഥാന തത്വമാണ്. ബ്രാൻഡുകളെയും നയരൂപീകരണക്കാരെയും സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കഥ ഏറ്റവും വില കുറഞ്ഞ ഓപ്ഷൻ കണ്ടെത്തുക എന്നത് മാത്രമല്ല, തിരഞ്ഞെടുക്കാൻ തയ്യാറുള്ള, അഭിലാഷങ്ങളുള്ള, അനുഭവിക്കുന്ന ഒരു ഉപഭോക്താവിനെ മനസ്സിലാക്കുക എന്നതാണ്. പിന്നെ നിക്ഷേപകർക്ക് ഇന്ത്യയുടെ ഉപഭോഗാധിഷ്ഠിത വളർച്ചയുടെ അടുത്ത ഘട്ടത്തിൽ നിക്ഷേപകർക്ക് നേട്ടമുണ്ടാക്കാൻ കഴിയും. ICICI പ്രുഡൻഷ്യൽ മ്യൂച്വൽ ഫണ്ടുകളിലൂടെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. ഉപഭോക്തൃ ചിലവ് വർദ്ധിപ്പിക്കുന്നതിലൂടെയും ജീവിതശൈലി മുൻഗണനകൾ വികസിച്ചു വരുന്നതിലൂടെയും നേട്ടമുണ്ടാക്കുന്നതിൽ നിക്ഷേപിക്കുവാനായി. ഒടുവിൽ ഉപസംഹരിക്കട്ടെ. പ്രീമിയം ഇന്ത്യയുടെ പുതിയ യുഗത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രീമിയമൈസേഷന്റെ പുതിയ തരംഗത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്തകൾ, ചുവടെയുള്ള അഭിപ്രായങ്ങളിൽ ഞങ്ങളെ അറിയിക്കുക. കണ്ടതിന് നന്ദി. മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ മാർക്കറ്റിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക.